എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്പിരിച്വൽ സയൻസ്, അതെ, ആത്മീയ ശാസ്ത്രം. നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ 6ാമത്തെ ദിവസമാണിന്ന്. കഴിഞ്ഞ 5 ദിവസങ്ങളായി ആത്മാവിനെയും അതിൻ്റെ വിഹാരതകളെ സംബന്ധിച്ചും കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. അപ്പം നിരവധി ആൾക്കാർ ഈ ഒരു വിഷയം ഈ ഒരു കാലഘട്ടത്തിൽ നെഞ്ചോടേറ്റി ആഴത്തിലേക്ക് പോയി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്നലെ വരെ പോയ ഭാഗങ്ങൾ ഏകദേശം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് ദിവസവും നമ്മൾ തുടങ്ങുമ്പോൾ മനസ്സ് ശാന്തമായി വേണം തുടങ്ങുവാൻ. കാരണം ശാന്തമായ മനസ്സിൽ നിന്ന് അടിത്തട്ടിൽ നിന്ന് രത്നങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു തെളിഞ്ഞ ജലാശയം, ഈ ജലാശയത്തിൻ്റെ മുകൾ പരപ്പ് ശാന്തമാണെങ്കിൽ മാത്രമേ അടിത്തട്ട് വരെ കാണാൻ പറ്റുള്ളൂ. ക്രിസ്റ്റൽ ക്ലിയറായി ഒരു കിണറിൻ്റെയോ അല്ലെങ്കിൽ ഒരു നദിയുടെയോ മുകളിൽ ഓളങ്ങളില്ല എങ്കിൽ അതിൻ്റെ അടിത്തട്ട് വരെ കാണാൻ സാധിക്കും, അടിയിലുള്ള രത്നങ്ങളെ കാണാൻ സാധിക്കും. രത്നങ്ങളുണ്ട്, പക്ഷെ അത് കാണണമെങ്കിൽ മുകളിലെ ഓളങ്ങൾ നിലയ്ക്കണം. അപ്പോൾ നമ്മുടെ ചിന്തകളാകുന്ന നമ്മുടെ സ്ഥൂല മനസ്സിലാണല്ലോ ചിന്തകൾ കൂടുതലുള്ളത്. നമ്മൾ മനസ്സിലാക്കി സ്ഥൂല മണ്ഡപം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചിന്തകളുടെ കുത്തൊഴുക്കാണ്. അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യിക്കുമ്പോഴാണ് ക്ലിയറായിട്ട് ആത്മാവിനെ നമുക്ക് ഉയർത്താൻ പറ്റുകയുള്ളൂ. എപ്പോൾ ചിന്തകളുടെ ഡെൻസിറ്റി കുറയുന്നു അപ്പോൾ മുതൽ മാത്രമേ ആത്മാവിൻ്റെ ശക്തി പുറത്തു വരികയുള്ളൂ. അപ്പോൾ അതിന് നമുക്കറിയാമല്ലോ, തെളിഞ്ഞ ഒരു ജലാശയമാണെങ്കിൽ അതിലേക്ക് ഒരു കല്ലെടുത്തിട്ടാലോ ഓളങ്ങൾ, അതിൻ്റെ വേവ്, അതിൻ്റെ തരംഗങ്ങൾ വരുന്നു. അപ്പം പെട്ടെന്ന് വെള്ളം മുകൾ തട്ട് ഇളകി കഴിഞ്ഞാൽ അടിയിലോട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കൊച്ചു നമ്മുടേതായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ സ്ട്രെസ്സുകളൊക്കെ ഒരു കല്ലുകൾ വന്ന് വീഴുന്ന പോലെയാണ് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നു, അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റാതെ വരുന്നു. അവിടെയാണ് പ്രശ്നം. അതിന് ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. ആ ദിവസത്തെ ധന്യധന്യമാക്കണമെങ്കിൽ, പല കാര്യങ്ങളും മുൻകൂട്ടി കാണണമെങ്കിൽ എന്ത് വേണം? ആദ്യം തന്നെ മനസ്സിൻ്റെ പവറിനെ കൂട്ടണം, ആത്മാവിൻ്റെ പവറിനെ കൂട്ടണം. ആത്മാവിന് കൊടുക്കേണ്ടത് കൊടുക്കണം. ആത്മാവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അത് രാവിലെയല്ലേ നമ്മുടെ ശരീരത്തിനും കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഉണർന്ന ഉടൻ തന്നെ ചിന്തകൾ അതിൻ്റെ പണി തുടങ്ങും. അപ്പോൾ ചിന്തകളെ കുറേ സമയം ഏകാഗ്രമാക്കുക. ആ സമയം തെളിയിക്കുമ്പോൾ മാത്രമാണ് ആത്മാവിനെ ഉണർത്താൻ സാധ്യമുള്ളൂ. ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. ഇന്നത്തെ കർമ്മങ്ങളെല്ലാം ശ്രേഷ്ഠമാകാൻ രാവിലെ തന്നെ ഏകാഗ്രമാകാൻ, കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം. ആദ്യത്തെ ചിന്തകൾ വരേണ്ടത് എങ്ങനെയാണ്? പല എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്നു. ആദ്യം ഒരു മെഡിറ്റേഷനോടുകൂടി കിടക്കയിൽ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ലഘുവായ കാര്യങ്ങളാണ്. ചിന്തകളെ ഒന്ന് ക്രോഡീകരിക്കാം. ആദ്യം ചിന്തിക്കേണ്ടത് സ്വന്തം മാതാവിനെയും പിതാവിനെയും, അവർ ജീവിച്ചിരിപ്പുണ്ട് പോലോ ഇല്ല പോലും, അവരുടെ പൂർണ്ണമായ മുഖം. നമ്മൾ പറഞ്ഞു ആത്മാവിൻ്റെ ഭാഷ ഇമേജ് ആൻഡ് ഇമോഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വിഷ്വലൈസ് ചെയ്ത് കാണുക. നല്ല സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അവർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. മാതാ, പിതാ, ഗുരു, നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണേണ്ട ഗുരു. നിരവധി ഗുരുക്കന്മാർ. ഗുരു എന്ന് പറഞ്ഞാൽ അറിവാണ്. നമ്മളതിനെപ്പറ്റി വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് ഒരുപാട് അറിവുകൾ പ്രദാനം ചെയ്ത ഗുരുക്കന്മാരെ മനസ്സിൽ സ്മരിക്കുക. മാതാ, പിതാ, ഗുരു, പിന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി സ്മരിക്കുക എൻ്റെ ആത്മാവിനെ. അങ്ങനെ കുറേ സമയം എത്രത്തോളം ഭാവനാത്മകമായ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ആ ചിന്ത കൊണ്ട് സമ്പുഷ്ടമാക്കണം നമ്മുടെ സ്ഥൂലമണ്ഡലം. അത് ചെയ്യാമല്ലോ എല്ലാവർക്കും. രാവിലെ ഉണർന്ന് കിടക്കുമ്പോൾ തന്നെ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഒരു 9 പ്രാവശ്യം ശ്വാസത്തെ നല്ലതുപോലെ കയറ്റി ഇറക്കുക. ഓക്സിജൻ്റെ എനർജിയെ സംബന്ധിച്ചും പവറിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ഇനി അറിയാൻ കിടക്കുന്നു. മൂക്കിൻ്റെ ഒരു സൈഡ് നമുക്കിങ്ങനെ അടച്ചു പിടിക്കാം. എന്നിട്ട് ഈ ദ്വാരത്തിലുള്ള ശ്വാസം നല്ലതുപോലെ ഉള്ളിലേക്ക് എടുക്കുക. അതും വളരെ സാവകാശത്തിലും കൂടുതലും മൂക്ക് നിറയെ ക്വാണ്ടിറ്റി കൂടുതലെടുത്ത് ടൈം എടുത്തുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ലോകത്തുള്ള മറ്റുള്ള എല്ലാ ചിന്തയും വിറ്റുകൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ദെൻ ഇവിടെ കൊടുത്തിട്ട് ഈ മൂക്കിലൂടെ താഴോട്ട്, വീണ്ടും ഇതേ മൂക്കിലൂടെ ടോപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഭാവനയിൽ ചെയ്യണം, ഈ പ്രപഞ്ചശക്തിയുടെ അഭൗമമായ പവർ എൻ്റെ ഉള്ളിലേക്ക് നിറയുന്നു, പോസിറ്റീവ് എനർജി. അത് ഹോൾഡ് ചെയ്യുന്നു. സ്ഥൂലമണ്ഡലത്തിൽ
സ്ഥൂലമണ്ഡലത്തിലാണല്ലോ അഴുക്കുകൾ, ചിന്തകൾ കൊണ്ടുള്ള ഡെപ്പോസിറ്റ്. നമ്മൾ എത്ര ശ്രമിച്ചാലും പലരാൾ പറയുന്നു അവിടുന്ന് കേട്ടതും ഇവിടുന്ന് കേട്ടതും സർവ്വദോഷങ്ങളും ദുഷിപ്പുകളും നിങ്ങളുടെ ശാപവാക്കുകളും ഒക്കെ പലരും പറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടാകും. അതിനെല്ലാം കഴുകി കളയുന്നു ഈ ബ്രീത്ത് എടുത്തുകൊണ്ട്. അത് കറുത്ത പുക പോലെ തന്നെ താഴേക്ക് ഇറക്കി വിടുക. താഴേക്ക് ഇറക്കി വിടുമ്പോൾ നെഗറ്റീവ് എനർജി താഴോട്ട് പോകുന്നതായി സങ്കല്പിക്കുക. പിശാച് ഇറങ്ങിപ്പോകുന്ന പോലെ. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അപൂർവമായ ദൈവിക ശക്തി എന്നിലേക്ക് നിറയുന്നതായി എക്സ്പീരിയൻസ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. നമ്മുടെ തന്നെ ചിന്തകളെ കറക്കി കരിച്ച് താഴേക്ക് ഇറക്കി വിടുക. അപ്പോൾ ഒരു പ്രാവശ്യം ശ്വാസം ഇതുവഴി എടുത്ത് ഇവിടെ വിട്ട് വീണ്ടും എടുത്ത് ഇങ്ങോട്ട് വിടുമ്പോഴാണ് ഒരു റൗണ്ട്. അങ്ങനെ 9 പ്രാവശ്യങ്ങൾ ശ്രദ്ധയോടെ ആവർത്തിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മറ്റുള്ള ചിന്തയുടെയൊക്കെ കുത്തൊഴുക്ക് കുറഞ്ഞു വരുന്നു. ഒപ്പം ഓക്സിജൻ്റെ ഫ്ലോയും നമ്മുടെ ശരീരത്തിൽ ആകമാനം കൂടുതൽ ബ്ലഡിൽ കിട്ടും. ടോട്ടൽ എനർജി. ഒരു ബോർഡിലൊക്കെ ഒരുപാട് അക്കങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ തുടച്ചിടുന്ന പോലെ മനസ്സിനെ തുടച്ചിടുന്നു. 9 ടൈംസ് മിനിമം. അത് കൂടുതൽ എത്ര വേണമെങ്കിൽ നമുക്കാകാം. അത്രയും പ്രാവശ്യം ചെയ്ത ശേഷം എന്ത് ചെയ്യണം? അടുത്ത് ആത്മപ്രസാദം ഊട്ടുക. ആത്മാവിനെ തുടച്ച് ക്ലീൻ ചെയ്തു. ഇനി അങ്ങോട്ട് പ്രസാദം ഊട്ടണം. പ്രസാദം എപ്പോഴും നല്ലതല്ലേ കൊടുക്കേണ്ടത്? നല്ല സന്തോഷമുള്ള നിമിഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതിനെ ശരിക്കും മനസ്സിലോർക്കുക. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിച്ചത്, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ സന്ദർഭങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരുപാട് നമ്മളെ പ്രോത്സാഹിപ്പിച്ച നിമിഷങ്ങളെ, ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ചിന്തിച്ചാൽ സന്തോഷം ലഭിക്കുന്ന വ്യക്തിത്വങ്ങളെ ഓർക്കുക. അവരെ ഒന്ന് ഹഗ് ചെയ്യുന്നതായിട്ട്, അങ്ങനെ എല്ലാം നല്ലതുപോലെ ആത്മപ്രസാദം ഉള്ളിലേക്ക് കൊടുക്കുക. നടക്കുക. ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കുക. ഞാനൊരു അസാധ്യ സംഭവമാണ്. എന്നെ കണക്ക് ഇതേപോലെ ഒരു ജന്മം ഇനി ഒരിക്കലും ഉണ്ടാകില്ല. അങ്ങനെ മാക്സിമം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും ഹാപ്പിനെസ്സും കൊണ്ട് കൂട്ടിയ ശേഷം എന്ത് ചെയ്യണം? പീക്ക് സ്റ്റേജിൽ പുഞ്ചിരിയോടുകൂടി ഇരുന്നിട്ട് ഈ നെഞ്ചിൽ 3 പ്രാവശ്യം തട്ടുക. ഓക്കെ. എന്നിട്ട് സാവകാശം നല്ലതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് കൈ നല്ലോണം തിരുമി അപ്പം പുഞ്ചിരിയോടുകൂടി ഒരു പ്രഭാതം തുടങ്ങാം. ഓക്കെ. ഇത് ഇത്രയും കാര്യങ്ങൾ പരമാവധി രാവിലെ അങ്ങ് ചെയ്യുക. അതിനുശേഷം എന്ത് വേണം? നമ്മൾ ഒരു ബാക്കിയുള്ള ചില പ്രൊസീജിയറിലോട്ട് ഒരു കാരണവശാലും പകൽ ഉറങ്ങരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളാണോ ഓടിതിടന്ന് ചെറുതും വലുതും സൃഷ്ടിച്ചെടുക്കുക, ക്രിയാത്മകമാകുക. ഇങ്ങനെയായിരിക്കട്ടെ ഒരു ദിവസത്തോളം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം മറ്റൊന്നുമല്ല, പല എപ്പിസോഡിൽ ഞാനിത് പറയാറുണ്ട്. ആവർത്തിക്കും തോറുമേ നമ്മുടെ ഉള്ളിൽ ഉറക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മുടെ ട്രെയിനിങ് സെക്ഷനകത്ത് പ്രാക്ടിക്കലി ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യിക്കുന്ന കേസുകളാണ്. ഓക്കെ. അടുത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാന പോയിന്റുകൾ? ഇതാണ്. ആത്മാവ് എന്താണെന്ന് നമ്മൾ കണ്ടു. ആരാണ് ഞാൻ എന്നുള്ളത് നമ്മൾ ആ വലിയ സത്യം ഇന്നലെ കണ്ടെത്തി അല്ലേ? ആരാ ഞാൻ? എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ സൂക്ഷ്മ മണ്ഡലമാണ് ആത്മാവ്. ഈ ആത്മാവാണ് എൻ്റെ സ്ഥൂലമണ്ഡലത്തെ, ശരീരത്തെ സൃഷ്ടിച്ചത്. അത് നമ്മൾ കണ്ടു. എപ്പോഴാണ് ആത്മാവ് എൻ്റെ ഉള്ളിൽ കയറിയത്? നമ്മളെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ദിവസമല്ല, അതിനു മുമ്പേ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആ എത്തിയ എനർജിയാണ് നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചത്. അപ്പം നമ്മുടെ അച്ഛൻ ആരാണ്? നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. പിതാവ്. അപ്പം ആത്മാവിനെ പല പേരിട്ട് വിളിക്കുന്നു. എന്തെല്ലാം പേരുകളിലാണ് വിളിക്കുന്നത്? പിതാവേ, സൃഷ്ടാവേ, എന്നെ സൃഷ്ടിച്ചു. അത് ഇപ്പം എൻ്റെ ഉള്ള ശകലത്തെ അത് എവിടുന്ന് വന്നു? ഇതുമായിട്ട് കണക്റ്റഡാണ്. ഊർജത്തെ മുറിക്കാൻ പറ്റില്ല. സ്ഥൂല സ്വഭാവത്തിലുള്ള സോളിഡിനെ നമുക്ക് വേർപെടുത്താം. ശരിക്കും തൊട്ടും കണ്ടും മണത്തുമൊക്കെ പറ്റും. സ്ഥൂല വസ്തുക്കളെ, സൂക്ഷ്മത്തിനെ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അത് ലിങ്ക്ഡാണ്, എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ പരമാത്മാവെന്ന് വിളിക്കുന്നു, കർത്താവെന്ന് വിളിക്കുന്നു, സൃഷ്ടാവെന്ന് വിളിക്കുന്നു. അല്ലെങ്കിലോ നമ്മൾ പറയാറുണ്ട് പിതാവേ, എൻ്റെ പിതാവ്. എല്ലാവരും കൈയുയർത്ത മുകളിലോട്ടാണ്. പടച്ചവനെ, ആരെ പടച്ചു? എന്നെ, ഇത് അകത്തിരിക്കുന്ന സാധനത്തിനെ. അപ്പം എൻ്റെ പിതാവാണിത്. അതോടൊപ്പം നമ്മൾ ദൈവം എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ശിവനെന്ന് വിളിക്കാറുണ്ട്. അത് ഏത് രൂപത്തിൽ ഒരു പേരിലൂടെയല്ലേ ഒരു വസ്തുവിനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരോ പേരുകൾ ഇട്ടിരിക്കുന്നു. എല്ലായിടത്തും അടങ്ങിയിരിക്കുന്ന എനർജി സോഴ്സാണ് ആത്മാവ്. അതിനെ ദൈവമെന്നും വിളിക്കുന്നു. ആ ദൈവങ്ങൾക്ക് പല പേരിട്ടും വിളിക്കുന്നു. ഓരോരുത്തരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മുടെ പൂർവികർ ഇട്ട് തന്നു പോയ ചില പേരുകളാണ്. അതിന് നമുക്ക് കൃഷ്ണനെന്നോ നബിയെന്നോ
യേശു ക്രിസ്തു എന്നോ ഏത് രൂപത്തിൽ വേണേൽ വിളിക്കാം. ഇനി ദൈവങ്ങൾക്ക് തന്നെ വേറെ പല പേരുകൾ, 30 കോടി പേരുകൾ വിളിക്കാം ദൈവങ്ങൾക്ക്. പക്ഷെ എല്ലാം എന്താണ്? ഈ എനർജി സോഴ്സിനെ തിരിച്ചറിയാനിട്ടിരിക്കുന്ന ഓരോന്നാമങ്ങളാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പം അതാണ് ആത്മാവ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ കയറി ആദ്യ കാലഘട്ടത്ത് മാതാവ്, നമ്മുടെ സ്വന്തം അമ്മ ചിന്തിക്കുന്ന ഇമേജ് ആൻഡ് ഇമോഷനാണ് കോപ്പി ചെയ്തത്. അപ്പോൾ ആത്മാവിൻ്റെ സ്വഭാവം എന്താണ്? എന്തിനെ ആകർഷിക്കുന്നു. അതിൻ്റെ ഭാഷയോ ഇമേജ് ആൻഡ് ഇമോഷൻ, സങ്കല്പവും അനുഭവവുമാണ് ഇമേജ് ആൻഡ് ഇമോഷൻ. മാതാവിൻ്റെ ഉദരത്തിൽ നിന്നപ്പോൾ അമ്മയുടെ ഇമേജ് ആൻഡ് ഇമോഷൻ അല്ലേ കോപ്പി ചെയ്തത്. അത്തരത്തിലൊരു ബ്ലൂ പ്രിൻ്റ് നമ്മളിൽ ആയത്. ഇനിയും പുറത്തു വന്നു കഴിയുമ്പോഴും ഇതൊക്കെ തന്നെയാണ്. പിന്നീട് നമ്മൾ കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നതും ആവർത്തിപ്പിക്കപ്പെടുന്ന എല്ലാം ഈ ആത്മാവ് കോപ്പി ചെയ്യുന്നു, സ്പോഞ്ച് വെള്ളം വലിക്കുന്നത് പോലെ. അതിന് ശരിയും തെറ്റും അറിയില്ല. ഇതാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. സർവ്വടത്തും വ്യാപിച്ചു കിടക്കുന്ന ആത്മസത്യം, ആത്മചൈതന്യം. രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെ കാവൽക്കാരനായിട്ടിരിക്കുന്നു. ഉറങ്ങുമ്പോൾ ആരാ? സ്ഥൂലമണ്ഡലമാണ് ഉറങ്ങുന്നത്. സൂക്ഷ്മമണ്ഡലം ഒരിക്കലും ഉറങ്ങുന്നില്ല. അതിസൂക്ഷ്മമാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസിനും ചുറ്റിനും ഒരു ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് പവറാണ്. ഓരോ സെൽസ് എടുത്ത് നോക്കിയാലും അതിനൊരു കൂടിച്ചേരലാണ് നമ്മുടെ ശരീരം. സത്യം പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരം മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നലെ ഇല്ലാതിരുന്നതും ഇന്ന് ഉള്ളതും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നാളെ ഇല്ലാത്തതുമാണ് മിഥ്യ. അപ്പോൾ നമ്മുടെ ശരീരം മിഥ്യയാണോ എന്ന് ചോദിക്കും. നാളുകളിൽ ഇതില്ലല്ലോ. അത് മരിച്ചു കഴിയുമ്പം തീർത്തുമില്ല. എന്നാൽ ഈ ജീവിച്ചിരിക്കുമ്പം നമ്മൾ കാണുന്നുവെന്ന് ഉറപ്പുള്ളതിനെ പോലും ഈ ഒരു ഓർഗണെ അല്ല നമ്മുടെ ശരീരത്തെ ഒരു അതിശക്തമായ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ, ക്രില്യൻ ക്യാമറ പോലുള്ള അതിസൂക്ഷ്മമായ ക്യാമറയിലൂടെ നിങ്ങളുടെ കയ്യിലോട്ട് നോക്കിയാൽ ഈ കൈ സോളിഡ് അല്ല. ഒന്നൊന്നിന് തൊടാത്ത കൊച്ചു 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 മോളിക്കൂളിൻ്റെ എത്രയോ ഇരട്ടി ചെറുപ്പമുള്ള പാർട്ടിക്കിൾസാണ്. നമ്മൾ നോക്കുമ്പം ഖരരൂപത്തിലേ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിസൂക്ഷ്മത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതും വേറിട്ട് നിൽക്കുന്ന ഓരോ സെൽസിനും ചുറ്റുമുള്ള ഒരു ഇലക്ട്രിക് കറണ്ട് റേഡിയേഷനാണ്. ആ കാണാത്ത പവറാണ് ആത്മാവ്. അപ്പോൾ ശരീരമാസകലം വ്യാപിച്ച് കിടക്കുന്നതാണ് ആത്മാവ്. അതിൻ്റെ സെൻട്രൽ പോയിന്റ്, ആത്മാവിൻ്റെ സെൻട്രൽ പോയിൻ്റാണ് ഹാർട്ടിൻ്റെ പോർഷൻ. ശരീരത്തെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അകത്തെ ലെയർ, പുറത്തെ ലെയറാണ് സ്ഥൂലമായിട്ടുള്ളത്. അപ്പോൾ സ്ഥൂലമായിട്ടുള്ള ശരീരത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥൂല എനർജിയുടെ കേന്ദ്രം തലച്ചോറാണ്, ചിന്തിക്കുന്ന കേന്ദ്രം. അപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പം ചിന്തിക്കുന്ന ഏരിയയാണ് സ്ഥൂല മണ്ഡലം. ചിന്തിച്ച കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സൂക്ഷ്മമണ്ഡലമായ ആത്മാവിൽ. അപ്പോൾ ആത്മാവിലാണ് എല്ലാം പതിയുന്നത്. ആത്മാവിന് ശരിയും തെറ്റും അറിയില്ല. അതുകൊണ്ടാണ് ഏത് ഇമേജ് ആൻഡ് ഇമോഷനും സ്ഥൂലമണ്ഡലത്തിൽ, ചിന്താമണ്ഡലത്തിൽ കൊടുത്താൽ അതേപോലെ തന്നെ ടാപ്പ് ചെയ്ത് വെക്കുന്നു സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ പറഞ്ഞു ഏകദേശം 10 ബില്യൺസ് ഇമേജ് സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് ഈ ആത്മാവിന്. നിങ്ങൾ ദുഃഖമുള്ള ഒരു സിനിമ കണ്ടെന്ന് വിചാരിച്ചു, ദേശാടനം പോലുള്ള ഫിലിം. ഇങ്ങനെയുള്ള ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളിലേക്ക് നമ്മൾ ഈ സ്ഥൂലമണ്ഡലത്തിൽ നേരിട്ട് കണ്ടത് ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആര് കോപ്പി ചെയ്യുന്നു? നമ്മുടെ ആത്മാവ്. അതിന് ശരി തെറ്റും അറിയുന്നില്ല. എന്ത് കൊടുത്താലും അത് കോപ്പി ചെയ്യും. ദുഃഖവും സന്തോഷവും എന്ത് തിരിച്ചറിയുന്നത് നമ്മുടെ സ്ഥൂലമണ്ഡലമാണ്, കോൺഷ്യസ് മൈൻഡ്. പക്ഷേ അവിടെ ആവർത്തിക്കപ്പെടുന്നത് അത് ഇമോഷനിലോടും കൊടുത്താൽ പെട്ടെന്ന് ഇതിന് മനസ്സിലാകും. അതാണ് നമ്മൾ ഫിലിമൊക്കെ കാണുമ്പോൾ ഫോക്കസ്ഡ് ആണ്. നിങ്ങളേതിൽ ആങ്കറുള്ള പടമൊക്കെ കണ്ടു കഴിഞ്ഞാലോ അത് ഇമേജ് ആൻഡ് ഇമോഷൻ. ഞാൻ സിനിമ എപ്പോഴും ഉദാഹരണം പറയുന്നത് അതിനകത്ത് ഇമേജും ഇമോഷനും നമ്മൾ കയറ്റുന്നതാണല്ലേ. അതിൻ്റെ പിന്നെ വലിയൊരു സംഘമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എപ്പോൾ ചിരിക്കണം, എപ്പോൾ കൈയടിപ്പിക്കണം, ഇത് തീരുമാനിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഡയറക്ടേഴ്സും മറ്റുള്ള സാങ്കേതിക വിദഗ്ധരാണ്. കറക്റ്റ് സ്പോട്ടിൽ കൈയടിക്കും. കാരണം എന്താ? നിങ്ങളുടെ ബോധമണ്ഡലം ആ ഫിലിമിലോട്ട് പോകുമ്പോൾ അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് തലം അല്ലെങ്കിൽ ആത്മാവ് അത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കണം. അത് കണക്ക് പ്രതികരിക്കും. ഇത് പൊട്ടണ സ്ഥൂലം. ശക്തവാൻ നമ്മുടെ ആത്മാവാണ്. അതുപോലെ തന്നെയല്ലേ സന്തോഷമുള്ളതും കൊടുത്താലും ആത്മാവ് കോപ്പി ചെയ്യില്ലേ? അപ്പോൾ അകത്തേക്ക് എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. ഒരു ദിവസം നമ്മൾ പറഞ്ഞു, ചിന്തകൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഹൈ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സൂക്ഷ്മ തലത്തിലേക്ക്, ആത്മാവിലേക്ക് എന്തകത്തേക്ക് കൊടുക്കണം, കൊടുക്കേണ്ട തീരുമാനിക്കാനുള്ള ബുദ്ധിയുള്ളവനാണ് മനുഷ്യൻ. പലപ്പോഴും
പലര് ഇതൊന്നും അറിയാതെ കൊണ്ട് നടക്കുക. പലരെ ആയിരിക്കും ചൂണ്ടിക്കാണിക്കുക. അവർ കാരണമാണ്, അവരുടെ പ്രശ്നങ്ങൾ, അവരങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, എന്നെ പരിഗണിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുമ്പം അവരിതൊന്നുമല്ല ചിന്തിക്കുന്നത്, വേറെ ഏതെങ്കിലും ആയിരിക്കും. ഇത് ഇമേജായിട്ട് ഇമോഷനായിട്ട് കൊണ്ടുനടക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ പിടിക്കുന്നു. പണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ. ഒരു ഫാമിലി കൗൺസിലിങ്ങിൽ വന്നതാണ്, ഹസ്ബൻഡും വൈഫുമാണ്. അവർ പറയുന്നത് 14 വർഷമായിട്ടും സാറ് കേൾക്കണം, എനിക്ക് സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. ഇയാൾ കല്യാണം കഴിച്ച കാലം തൊട്ട് എല്ലാ ദിവസവും ദുരിതവും, ഇവരുടെ വീട്ടിലും അതിന് തന്നെ പ്രശ്നം, എല്ലാവരും എന്നോട് ശത്രുതയിലാണ്, എൻ്റെ ജീവിതം പോയി. ഇവരാകപ്പാടെ പ്രാകൃതം കിട്ടും. 14 വർഷത്തെ പ്രാരാബ്ധമാണ്. 1-2 കുട്ടികളുമുണ്ട്. ഒറ്റ ദിവസം പോലും സന്തോഷം ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അവർ പറഞ്ഞു, സാറേ 14 വർഷങ്ങൾക്ക് മുമ്പ് പോട്ടെ, ഇപ്പോഴത്തെ പോട്ടെ, എന്നെ പെണ്ണ് കാണാൻ വന്നൊരു കാലഘട്ടമുണ്ട്. അന്ന് ഇദ്ദേഹത്തിൻ്റെ പെങ്ങളൊരുത്തിയുണ്ട്, അവളിപ്പം ഖത്തറില്ല. അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, മറക്കത്തില്ല, അതിപ്പോഴും ഇടിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ ആത്മാവിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 14 വർഷമായിട്ട് ആവർത്തിച്ച് അവരിവിടെ കൊണ്ട് നടക്കുന്നത് ഇവരുടെ തന്നെ ആത്മാവ് കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് പ്രപഞ്ച മനസ്സുമായിട്ട് കണക്റ്റഡാണ്. ദുരിതങ്ങൾ കൂടിക്കൂടി വരിക ഓരോ ദിവസവും. അവിടെ നാത്തും സുഖമായിട്ട് കഴിയുക. ഇതേപോലെയല്ലേ പലരുടെ പ്രശ്നങ്ങളും, നമ്മുടെ വ്യക്തിതല പല പ്രശ്നങ്ങളും സ്ഥിരം ഹോൾഡ് ചെയ്തുകൊണ്ട് കിടന്നാൽ അതും ഇമേജായിട്ട് ഇമോഷനായിട്ടും കൊണ്ടുവന്നാൽ പെട്ടെന്ന് കോപ്പി അടിക്കും. അത് സംശയമില്ല. ഈ ഒരു പ്രതിഭാസമാണ് ആത്മാവിനുള്ളത്. എന്തിനെ അതേപോലെ കോപ്പി ചെയ്യും. പിന്നെ മറ്റൊരു വിശേഷം, നമ്മുടെ ഈ ബോധ മനസ്സിന് മനസ്സിലാകാത്ത കാര്യവും അൺനോൺ ആയിട്ടുള്ള കാര്യവും അതേപോലെ തന്നെ നമ്മുടെ ആത്മാവ് കോപ്പി ചെയ്യും. സ്ഥൂലമണ്ഡലത്തിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ഏത് കാര്യവും സ്ഥിരം കൊണ്ട് നടന്നാൽ ഇതിന് ശരിയും തെറ്റും അറിയത്തില്ല, ചെറിയ കോപ്പി ചെയ്യും. കാരണം ഇവൻ ശക്തവാനാണ്, അട്രാക്ഷൻ പവറുള്ളതാണ്. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ, തമാശന് പോലും നെഗറ്റീവായിട്ടുള്ള ഇത് വരുന്നത് കൊണ്ട് നടന്നാൽ അത് അതേപോലെ കോപ്പി ചെയ്യും. കളിയും കാര്യവും അറിയാത്ത ഒരു സംഗതിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. മറ്റാരും കണ്ടില്ലെങ്കിൽ അവൻ നമ്മളെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ആരും കണ്ടില്ല, ഇവൻ കാണുന്നുണ്ട് നമ്മളോടൊപ്പം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന എന്ത് ചിന്തയാണെന്നുള്ള ഇതിനകത്ത് പുറത്തുള്ള ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ആരെയാണ്? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ. നിങ്ങൾ എങ്ങനെ പുറമേ പെരുമാറിയാലും, എത്ര ഷോ ഓഫ് കാണിച്ചാലും, നിങ്ങളുടെ ആന്തരികമായ ചിന്തകൾ അതേപോലെ തന്നെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആത്മാവ്. അതനുസരിച്ചായിരിക്കും നമുക്ക് ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ മാറ്റങ്ങളും, നല്ലതും ചീത്തയും. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്ന ഒരു സന്ദർഭം, ഒരു ശില്പിക്ക് ശില്പം നിർമ്മിക്കാനായിട്ട് ഓർഡർ കൊടുത്തൊരു സംഘടനക്കാർ മനോഹരമായ ഒരു ശില്പം 1.5 വർഷമായിട്ട് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ശില്പിയുടെ മനസ്സിൽ കണ്ട ചിത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിലോ ആ ഒരു സിറ്റിയിൽ ഒരു 10 അടി പൊക്കമുള്ള സ്തൂപത്തിന് മുകളിലാണ് സ്ഥാപിക്കേണ്ടത്. നിർമ്മാണം ത്വരിതഗതിയിൽ നടക്കുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് സംഘാടകർ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അടുത്ത ആഴ്ച അനാച്ഛാദനമാണ്. അപ്പം വരെ ഒരു കുഴപ്പമില്ല. പ്രതിമ എടുക്കുന്നതിന് 2 ദിവസം മുമ്പ് സംഘാടകർ വിളിച്ചു ചോദിച്ചപ്പം ശില്പി പറഞ്ഞു, ശരി എല്ലാം റെഡിയായി വന്നോളാൻ പറഞ്ഞു. പക്ഷെ അവർ പുറപ്പെട്ടു. ശില്പം എടുക്കാൻ വണ്ടിയായിട്ട് വന്നപ്പം ശില്പി പറഞ്ഞു, ഒരു അബദ്ധം പറ്റി, ഈ ശില്പത്തിന് ഡാമേജ് സംഭവിച്ചു, കേട് സംഭവിച്ചു, അതുകൊണ്ട് ഇത് തരാൻ പറ്റില്ല. ഉടനെ സംഘാടകർ പറഞ്ഞു, ഇത് എന്ത് കഷ്ടമായത്, എല്ലാവരെയും വിളിച്ച് വലിയ വലിയ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി ഇനാഗുറേഷൻ വെച്ചിട്ട് ഇതെനിയും എന്ന് തരാനാ, അല്ലെ പുതിയതുണ്ടാക്കില്ല എപ്പോൾ തീരാനാ? ഉടനെ അദ്ദേഹം പറഞ്ഞു, എപ്പോൾ തീരുമെന്ന് എനിക്കറിയാൻ പറ്റില്ല, പക്ഷേ ഇപ്പോൾ ഇത് തരില്ല, കാരണം ഇതിന് ഒരു കേട് സംഭവിച്ചു പോയി, അങ്ങനെ കേടുള്ളത് ഞാൻ തരില്ല. ഉടനെ സംഘാടകർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എവിടെയാണ് കേട് പറ്റിയത് എന്ന് കാണിച്ചു തരുമെന്ന് പറയും, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക. ഉടനെ അയാൾ പറഞ്ഞു, എല്ലാവരും ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് സൂക്ഷിച്ച് നോക്കി ആ പ്രതിമയുടെ മൂക്കിൻ്റെ സൈഡിൽ അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ ചെറിയൊരു പൊട്ടൽ. ഉടനെ എല്ലാവരും ചിരിച്ചിട്ട്, ഇത്രയേ ഉള്ള കാര്യം, അത് സാരമില്ല, നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളും അറിയില്ല, തന്നെയല്ല ഇത് ലോകത്താരും അറിയില്ല ഈ ഒരു പൊട്ടൽ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് അറിഞ്ഞു, ഇത്രയേ ഉള്ളൂ. തന്നെയല്ല ഇത് സ്ഥാപിക്കുന്ന എവിടെ? 10 അടി പൊക്കമുള്ള സ്തൂപത്തിന് മുകളിൽ. അപ്പം ഒരിക്കലും ആരും അറിയാൻ പോകുന്നില്ല. ഉടനെ ശില്പി പറഞ്ഞു, നോ, തൊട്ടുപോകരുത്, ഞാൻ നിങ്ങൾക്ക് വേറെ നിർമ്മിച്ചു തരാം, ആ ഡാമേജ് ഉള്ളത് ഞാൻ തരില്ല, എൻ്റെ മനസ്സാക്ഷിക്ക് യോജിച്ചാൽ നിരക്കില്ല എന്നിട്ട്. ഉടനെ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും വട്ടുണ്ടോ? പ്രത്യേകിച്ച് കലാകാരന്മാരും അങ്ങനെയുള്ള ഏതെങ്കിലും പ്രതിഭകൾക്ക് എന്തെങ്കിലും ചെറിയൊരു അരപ്പിരി ഉണ്ടാകും. പുള്ളി പറഞ്ഞില്ല, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് വളരെ പ്രസക്തമാണ് നമ്മൾ ഈ ആത്മാവിനെ പഠിക്കുന്നവർക്ക്. എന്താ പറഞ്ഞെന്നറിയാമോ? ശില്പി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആരും അറിയില്ല, ഈ ലോകം ആരും
ആരും അറിയാൻ പോകില്ല. പക്ഷെ അറിയുന്ന ഒരാളുണ്ട്. ആരാളാണ്? എൻ്റെ ആത്മാവ്. ക്ലിയർ ആവുന്നുണ്ടോ? എൻ്റെ ആത്മാവ് ഇത് കാണുന്നുണ്ട്. എൻ്റെ ഓരോ നീക്കങ്ങളും ഓരോ ചിന്തകളും. അതിനെ വഞ്ചിക്കാൻ എനിക്കാവില്ല. അതിനെ പറയുന്നവരാണ് മനസാക്ഷി. നമ്മൾ പലപ്പോഴും പല പദങ്ങൾ ഉപയോഗിക്കാറില്ലേ? മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും പറയരുത്, ചെയ്യരുത്. അപ്പം മനസ്സെപ്പോഴും സാക്ഷിഭാവത്തിൽ നമ്മളോടൊപ്പമുണ്ട്. അതിന് ശരിയും തെറ്റും അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് അതേപോലെ കോപ്പി ചെയ്യുന്നു. ഈ ബുദ്ധിയാണ് കുബുദ്ധിയായിട്ട് പലതും ചെയ്യുന്നതെല്ലാം അതും അതേപോലെ കോപ്പി ചെയ്യുന്നു. പറയാറുള്ളത്, ഈ ബോധമനസ്സിന് മനസ്സിലാകാത്ത കാര്യവും ആവർത്തിച്ചു കൊണ്ട് നടന്നാൽ അതേപോലെ തന്നെ ടാപ്പ് ചെയ്യുന്ന ഒരു ശക്തിയാണിത്. ബോധമനസ്സിന് മനസ്സിലാകുന്നത് അൺനോൺ ആയിട്ടുള്ള കാര്യം. മനസ്സിലായില്ല അല്ലേ? എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്കിപ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് പോയം തരാൻ പോവാണ്, അല്ലെ ഹിന്ദി പോയം 10-35 ലൈനുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് കാണാതെ ചൊല്ലണം. ഒരു ലൈൻ പോലും തെറ്റരുത്, ഫ്ലൂവൻ്റ് ആയിട്ട്. എത്ര പേർക്ക് പറ്റും? ഈ പ്രായത്തിൽ പലരും പറയും അത് വലിയ ബുദ്ധിമുട്ടാണ്, നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നെക്കൊണ്ട് പറ്റില്ല, കാണാതെ ചൊല്ലാം 40 ലൈൻ ഇംഗ്ലീഷ് അല്ലെ ഹിന്ദി. അപ്പം ഞാനൊരു ഓഫർ തരികയാണ്. 1 ലക്ഷം രൂപ സമ്മാനം തരുമെന്ന് പറഞ്ഞാലോ? ആര് കാണാതെ ചൊല്ലുന്നു അവർക്ക് നാളെ രാവിലെ ഇത് കാണാതെ ചൊല്ലിയാൽ 1 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് മനസ്സിലായി, നിങ്ങൾ പലരും റെഡിയാവും അല്ലേ? സാറൊരു കാര്യം ചെയ്യുക, അതൊക്കെ നിർത്താൻ ആ സാധനം ഞങ്ങൾ കാണാൻ പഠിക്കട്ടെ എന്ന് പറയും. ഇന്ന് രാത്രി ഒരുപക്ഷെ നിങ്ങൾ ഉറങ്ങില്ല. ഓരോ ലൈനും 100 പ്രാവശ്യം വായിക്കും. വായിച്ചത് പറഞ്ഞു നോക്കും, ഓക്കെ അടുത്ത ലൈൻ പിടിച്ചു. അങ്ങനെ 4 ലൈൻ ഒരുമിച്ച് പഠിച്ചു, എഴുതി നോക്കി. അടുത്ത 4 ലൈൻ രാവിലെ ആകുമ്പം ആരോടെങ്കിലും പറയും, ഓക്കെ മോളെ പിടിച്ച് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, നല്ലവണ്ണം പറയും. ഇനി അല്പം സംഗീതവാസനയുള്ളവരൊക്കെ ആണെങ്കിൽ ട്യൂൺ ചെയ്ത് താളാത്മകമാക്കും. എന്നിട്ട് നിങ്ങളൊരൊറ്റ പിടിയാണ് 10 മണിക്ക്. ഒരൊറ്റ ലൈൻ പോലും തെറ്റാതെ ആത്മവിശ്വാസത്തോടെ അത് ചൊല്ലും. അപ്പം ഞാൻ അതിനിടയ്ക്കൊന്ന് കയറും. ഞാൻ പറയും, നിർത്ത്, അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥമൊന്നും അറിയില്ല. ഉടനെ നിങ്ങൾ പറയും, അർത്ഥം പറയാൻ പറഞ്ഞില്ലല്ലോ, കാണാതെ പഠിക്കാനല്ലേ പറഞ്ഞുള്ളൂ. എങ്ങനെ കാണാതെ പഠിച്ചു? നമ്മുടെ ബോധമനസ്സിൽ നിരന്തരം ആവർത്തിക്കുന്നതിൻ്റെ അർത്ഥം പറഞ്ഞില്ലെങ്കിലും ആത്മാവ് കോപ്പി ചെയ്തു. ഒരു ലൈൻ കഴിഞ്ഞ് അടുത്ത ലൈൻ ചാടി വരുന്നു ഒരു ഇൻഫിനിറ്റായ സ്പേസിൽ നിന്നും. ദാറ്റ് ഇൻഫിനിറ്റ് സ്പേസ് ഈസ് കോൾഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഓർ യുവർ ആത്മാ. അങ്ങോട്ട് പോയി പദ്യങ്ങളും ശ്ലോകങ്ങളും സൂക്തങ്ങളും മണിക്കൂറുകളോളം ആൾക്കാർ ഒറ്റ ഇരിപ്പിനും ജപിക്കുന്നതും ചെല്ലുന്നതും ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടാണ്. ആവർത്തിക്കപ്പെട്ടത് കോപ്പി ചെയ്തു. മനഃശാസ്ത്രത്തിൽ പറയുന്നത്, ഒരു ശബ്ദമോ ഒരു ആക്ഷനോ മോർ ദാൻ 70 ടൈംസ്, സാധാരണ ബുദ്ധിയുള്ളവർക്ക് കേട്ടോ, സാമാന്യ ബുദ്ധിയുള്ളവർക്ക് 70-ൽ പരം പ്രാവശ്യം ആവർത്തിച്ചാൽ അത് ആത്മാവ് അതേപോലെ കോപ്പി ചെയ്യുന്നു. ഈ ഒരു വസ്തു നിലനിൽക്കല്ലേ നമ്മൾ പലപ്പോഴും നിങ്ങളെപ്പറ്റി കൊണ്ടു നടക്കുന്ന പല അശുഭചിന്തകളും എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, ഞാൻ വിചാരിച്ചാൽ നടക്കില്ല, സദാ ഇങ്ങനെ ചിന്തിച്ചാണ് നടക്കുന്നതെങ്കിൽ അത് അതേപോലെ നിങ്ങളുടെ ആത്മാവ് കോപ്പി ചെയ്യില്ലേ? അത് ശരിയും തെറ്റും അറിയില്ല. ഇത് പ്രപഞ്ചമായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇല്ലായ്മകളും വല്ലായ്മകളും കൂടിയല്ലേ വരുള്ളൂ. ആ ആവർത്തിച്ച ചിന്ത ഇനി ഒന്നും വേണ്ട, നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഇതിന് ലോജിക്കില്ല, സംഗതി പൊട്ടറാ, ബുദ്ധീവനാണുള്ളത്. ഞാനൊരു അസാധ്യ സംഭവമാണ്, ഞാനൊരു 2 വർഷം കഴിയുമ്പോൾ ഇന്ന തലത്തിൽ എത്തിയിരിക്കും. ഇതാണ് നിങ്ങളുടെ ഒരു ദിവസത്തിലെ ചിന്തകളുടെ കൂട്ടത്തിൽ 100-ൽ പരം പ്രാവശ്യം നിങ്ങളിവിടെ ക്ലിയർ ആയിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ആവർത്തിക്കപ്പെടുന്നത് ആര് കോപ്പി ചെയ്യും? നിങ്ങളുടെ സ്വന്തം ആത്മാ. അവിടോട്ട് കിട്ടിയാൽ, ഏറ്റെടുത്താൽ അത് പിന്നെ നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ പ്രപഞ്ചശക്തിയിൽ നിന്നും ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പരം ആത്മാവിൽ നിന്നും അതാ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ സ്പിരിച്വാലിറ്റിയിലൊക്കെ അറിയാതെ ഉപയോഗിച്ചാലുള്ള കുഴപ്പമൊന്നും ആലോചിച്ച് നോക്കി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന സ്ഥൂലമണ്ഡലം കൊണ്ടാണ്. സ്ഥൂലമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഉള്ളിലുള്ള ഇമോഷൻ എന്താണോ, ഇമേജ് എന്താണോ, അത് അതേപോലെ കോപ്പി ചെയ്യില്ലേ നമ്മുടെ ആത്മാവ്. സാധാരണ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർഷക സ്ത്രീയാണ്. അവർക്ക് 3-4 പശുവും കുറേ ആടും കോഴിയും താറാവിനെയൊക്കെ വളർത്തി ജീവിക്കുകയാണ്. ജീവിതത്തിൽ എപ്പോഴും കഷ്ടതകൾ തന്നെയാണ്. ഭർത്താവാണെങ്കിൽ കള്ളുകൂടിയനാണ്, മോനാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കില്ല, എപ്പോഴും കണ്ണീരും കഴിയും. അപ്പം ആരോ ആചാര്യന്മാർ പറഞ്ഞു കൊടുത്തു, നീ നല്ലോണം ആ പ്രാർത്ഥനയുടെ പുറത്ത് അവർ ഇത്ര നാളും പിടിച്ചു നിൽക്കുന്നു. ഭയങ്കര ഭക്തയൊക്കെയാണ്. എല്ലാ ദിവസവും നമ്മൾ, കർത്താവേ എൻ്റെ ഈ ദുരിതം നീ കാണുന്നില്ലേ,
ഞാൻ പാപിയാണ്, നിന്നെ കുരിശിലേറ്റ് കണക്ക് തന്നെ തന്നല്ലോ എൻ്റെ ജീവിതവും, ഈ ദുരിതം എന്ന് മാറും 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 മാറും. എനിക്കാണ് 4 പശു ഉണ്ടായിരുന്നു. ഒരു പശു കഴിഞ്ഞ വർഷം ചത്തുപോയി വെള്ളപ്പൊക്കത്തിന്. ഒരു പശുവിന് കറവയുണ്ടായിരുന്നു, ആ കറവയും പറ്റി. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ഈ ദാരിദ്ര്യം എന്ന് തീരും? ജീവിതത്തിലുടനീളമുള്ള ദാരിദ്ര്യത്തെ മൊത്തം കണ്ടുകൊണ്ട് കരഞ്ഞ് 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 പ്രാർത്ഥിക്കുക, കണ്ണീരോട് പോകുന്നു. നോക്കൂ, അധികം നാൾ കഴിയേണ്ട ഉള്ള പശുവും കൂടെ ചത്തുപോകും. എന്താ കാര്യം? പ്രാർത്ഥനയിൽ ഇവിടെ കൊടുത്ത ഇമേജ് ആൻഡ് ഇമോഷൻ എന്തിൻ്റെ ആയിരുന്നു? ദുഃഖത്തിൻ്റെ. ദുഃഖത്തിന് പുതിയ അവസരങ്ങൾ കൂടി വരുന്നു. എരന്ന് വാങ്ങുകയാണ്. ഈ ഒരു സ്പിരിച്വൽ സയൻസ് അറിയാതെയുള്ള ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ പോകുന്നു. ഇപ്പം ക്ഷേത്രങ്ങളിലായിക്കോട്ടെ, പള്ളികളിലായിക്കോട്ടെ, എവിടെയും എന്തായിരുന്നു തിരക്ക്? ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ മഹാ ആരാധനാലയങ്ങൾ എന്ന മനുഷ്യൻ്റെ പ്രഡിക്ഷൻ അപ്പുറം പൂട്ടിയിട്ടു. മനുഷ്യന് പറയും ശാസ്ത്രം ഇത്രയൊക്കെ വലുതായി, ശാസ്ത്രം മാത്രമാണ് സത്യം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്തേ ഈ ഒരു വലിയ ഒരു കാണാൻ പോലും പറ്റാത്ത, വ്യക്തത പോലും കിട്ടാത്ത ഒരണു ലോകത്തെ മൊത്തം അടച്ചിടിച്ചു? ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യൻ എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ല? ചന്ദ്രനിൽ പോയി ചായക്കട കിട്ടിയവരാണ് നമ്മൾ, അല്ലേ? അപ്പം പ്രപഞ്ചത്തിലോടുള്ള കളി, പ്രപഞ്ച ശക്തിയെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന് അത്രത്തോളം പരിമിതിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ജീവജാലങ്ങളിൽ ബുദ്ധിയുള്ള, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനാണ്, അത് ലിമിറ്റഡാണ്. പ്രപഞ്ചശക്തിയോട്, പരമാത്മാവിനോട്, സൃഷ്ടാവിനോട്, പിതാവിനോട് കളിക്കരുത്. കളി കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിനപ്പുറം കണ്ണു തുറപ്പിക്കാൻ ഇപ്പോൾ ഇതാ നമ്മൾ രക്ഷയ്ക്കൂടിപ്പോയ ദൈവങ്ങൾക്ക് പോലും രക്ഷിക്കാൻ പറ്റാതെ തിരികെ ഇപ്പം കഥകടച്ച് റൂമിനുള്ളിൽ ഇരിക്കേണ്ട അവസ്ഥ. ഇനിയെങ്കിലും വിശ്വസിക്ക്, നിങ്ങളുടെ ഉള്ളിലുള്ള പരമാത്മാവിനെ നിനക്ക് തന്നിരിക്കുന്നു. 5140 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഉദ്ധരേത് ഉദ്ധരാത്മനാത്മാ, നീ നിന്നെ ഉദ്ധരിക്കുക. നീ മനുഷ്യരൂപത്തിൽ ഒരിക്കലും എന്നെ കാണരുത്. നിന്റെ രൂപത്തിൽ നീ എന്നെ കണ്ട് ആരാധിച്ചാൽ നീ കഴുതയാണ്. ഇത് ഖുറാനിലും ബൈബിളിലും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇതറിയുന്ന ആചാര്യന്മാർ, പണ്ഡിതന്മാർ ഈ പറയുന്ന രീതിയിൽ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർക്ക് അറിവുണ്ടാവുമെന്ന് അറിയില്ല. ഇതേ രൂപത്തിൽ അറിഞ്ഞത് തന്നെ, അറിയുന്ന ഈ രഹസ്യം അറിയുന്നവർ പലരും ഇത് കൊടുക്കാതെ പോയി. അല്ലെ കൊടുക്കേണ്ട രീതിയിൽ പകർന്നു കൊടുക്കാൻ അവർക്ക് ആ ഭാഷ അറിയാൻ പറ്റാതെ പോയി. വിളമ്പി കൊടുക്കുക, അല്ലെ നമ്മൾ തേടി പോയില്ല, അതിന് ശ്രമിച്ചില്ല. ഇങ്ങനെ പല കാരണങ്ങളാൽ ഈ രഹസ്യം മനുഷ്യൻ അറിയാതെ പോയി. അതിൻ്റെ അപജയമാണ് അന്ധമായ വിശ്വാസങ്ങളിലൂടെ. എന്നാൽ വേണം, ആരാധന വേണം, അനുഷ്ഠാനം വേണം, നമ്മുടെ നിത്യനിതാന്തമായ എല്ലാം വേണം, പ്രാർത്ഥനയും വേണം. അതിൻ്റെ സയൻസ് അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അതിൻ്റെ ശാസ്ത്രം അറിയണം. എന്തും തത്വമറിഞ്ഞ് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഫലം കിട്ടാറുള്ളൂ. അപ്പം സ്പിരിച്വൽ സയൻസ്, ആത്മീയ ശാസ്ത്രം പഠിക്കുന്ന നമ്മൾ എന്തും അതിൻ്റെ ശരിയായ രീതിയിലുള്ള ശാസ്ത്രം, സയൻസ് അറിഞ്ഞ് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കും. ഇതെല്ലാം വേണം. എന്താ, നമ്മുടെ ഉള്ളിൽ കരുത്ത് ആർജിക്കാനുള്ളൊരു ടൂൾസ് ഉപകരണമായി ഉപയോഗിക്കണം. ബ്ലൈൻഡായിട്ട് അത് രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. ഒരുപക്ഷെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു അവസരം നമുക്ക് ലഭിച്ചത്. ഇതൊക്കെ കുറേ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളൊരു തീരുമാനം പ്രപഞ്ചശക്തിക്കുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും കഥകടച്ചിരുത്തി എന്നെ ഇവിടെ ഇരുത്തി. ഞാനിവിടെ ഒരു നിമിത്തം മാത്രമാണ്. മനുഷ്യരൂപത്തിലൊരു ശബ്ദത്തിലൂടെയല്ലേ ഇത് ലോകത്തിന് മുന്നോട്ട് വിടാൻ പറ്റുള്ളൂ. അടുത്ത നിമിഷം പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഈ തരംഗങ്ങൾ അതേപോലെ തന്നെ ഒരാളിലൂടെ മനുഷ്യൻ മനസ്സിലാകുന്ന ഭാഷയിൽ തരുന്നു. ഇവിടെ ഒരു ചട്ടുകം മാത്രമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത് സത്യമല്ല എങ്കിൽ ഒരുപക്ഷെ ഈ നാവ് കൊണ്ട് ഇത് പറയിക്കാൻ ഈ പ്രപഞ്ചശക്തി അനുവദിക്കുകയില്ല. ഞാൻ എത്രയോ നാളുകളായി ഈ ഒരു വിഷയം എല്ലാവരിലോട്ടും എത്തിക്കാനായിട്ട് എൻ്റെ കൊച്ചി സെൻറ്ററുകളിലെല്ലാം തന്നെ, കാലിക്കട്ടും ഗുരുവായൂരും കൊച്ചിയിലും ഒക്കെ ട്രെയിൻ സെക്ഷൻസിനകത്തൊക്കെ ഇച്ചിരി വേറെ തലത്തിലാണ് പോകുന്നത്. പക്ഷേ ഇത് ഈ തത്വത്തിലേക്ക് വന്നു. എവിടെല്ലാം പോയി അവിടേക്ക് ഇത് അസത്യമാണെങ്കിൽ ഒരിക്കലും ഇത് പ്രചരിപ്പിക്കാൻ എന്നെ അനുവദിക്കില്ല പ്രപഞ്ചശക്തി. അപ്പം ഒരു തീരുമാനം ഉണ്ടായി. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ, നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇതങ്ങോട്ട് കൂടെ, എന്നാലേ കണ്ണു തുറക്കുകയുള്ളൂ. ഒരുപക്ഷെ വേറൊരു അവസരത്തിലാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇരുന്നത് കേൾക്കില്ല. എല്ലാവരും തിരക്കുന്ന ഓടുക. ഞാനും എൻ്റെ പല തിരക്കിൻ്റെ പുറകെ ആയിരിക്കും. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഒരേപോലെ നമ്മളിലേക്ക് ചിന്തിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമായി ഇതിനെ കാണണം. അതാ പറഞ്ഞ, മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറമാണ് സംഭവിക്കുന്നത്. അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ആത്മാവിനെ പരിചയപ്പെടാൻ ഒരു അവസരമുണ്ടായത്. തീർച്ചയായിട്ടും
ഇതിൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കി ഇനി മുതലുള്ള കാലഘട്ടം നമുക്ക് ധന്യധന്യമാക്കുവാൻ സാധിക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് പറ്റും. ഒരു അമ്മയും കുഞ്ഞും പോലെയാണ് എന്ന് പറയും. നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ സ്ഥൂല മണ്ഡലത്തിന് അവിടുന്ന് കൊടുക്കുന്നതെല്ലാം ആത്മാവ് കോപ്പി ചെയ്യും. ഒരമ്മ 6 മാസം പ്രായമായ കുഞ്ഞിൻ്റെ നാക്കിൽ തേൻതുള്ളി തൊട്ടുകൊടുത്താൽ അത് നുണഞ്ഞു കഴിക്കും. അതേസമയം വിഷത്തിൻ്റെ തുള്ളി കൊടുത്താലും കുഞ്ഞ് നുണഞ്ഞു കഴിക്കും. കാരണം കുഞ്ഞിന് ശരിയും തെറ്റും അറിയില്ല. അപ്പോൾ കുഞ്ഞാരാണ്? ആത്മാവ്. അമ്മയോ? ബുദ്ധി. അപ്പം അകത്തോട്ട് എന്ത് ചിന്തിക്കണം, എന്ത് കൊടുക്കണം എന്നുള്ളത് ബുദ്ധിപൂർവ്വം ചെയ്യുക. അത് ആത്മാവ് അതേപോലെ തന്നെ കോപ്പി ചെയ്യുന്നു. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി വരുന്നു. അപ്പോൾ നമ്മളിപ്പം ആത്മജ്ഞാനികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മജ്ഞാനത്തിൻ്റെ വക്താക്കളാണ്. ആത്മജ്ഞാന സ്നാനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനത്തിലെ കുളി കഴിഞ്ഞു കഴിഞ്ഞാലോ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ ആത്മാവിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ആത്മാവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമില്ലേ? സഹജമായ സ്വഭാവം. പഞ്ചസാരയുടെ സ്വഭാവം എന്താ? മധുരം. പാവയ്ക്കയുടെ കയ്പ്. തേളിൻ്റെ സ്വഭാവം കുത്തും. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ? ഇതേപോലെ മനുഷ്യനൊരു സ്വഭാവമുണ്ട്, സ്ഥായീ ഭാവം. എന്താണെന്നറിയോ? ആത്മാവിനും, ഞാനെന്ന് പറഞ്ഞാൽ ആരാ? ആത്മാവ്. അപ്പം ആത്മാവിൻ്റെ സ്വഭാവം എന്താ? സ്നേഹമാണ്, കാരുണ്യമാണ്, ദയയാണ്, പ്രേമമാണ് എന്നൊക്കെ പറയും. അതിനപ്പുറം പ്രിഡോമിനൻ്റായ ഒരു സ്ഥായീ ഭാവമുണ്ട് ആത്മാവിന്. അത് നമ്മൾ അറിയണം. അതാണ് ശാന്തി, പീസ്. ശാന്തി എവിടെ കിട്ടുന്നോ അങ്ങോട്ട് ആത്മാവ് കണക്റ്റ് ആവും. നമ്മുടെ ശരീരം അങ്ങോട്ട് പോകും. ശാന്തി നമ്മൾ നേരത്തെ പറഞ്ഞു, ബോധമനസ്സിലെ ചിന്തകൾ കുറയുമ്പോഴല്ലേ ആത്മാവിന് ശാന്തി കിട്ടുന്നത്. അത് അതിലേക്ക് കണക്റ്റ് ആകുന്നു, ലിങ്ക്ഡ് ആകുന്നു, പ്രപഞ്ചമായിട്ട് ലിങ്ക്ഡ് ആകുന്നു. ബോധമനസ്സിലെ ചിന്തകളുടെ എണ്ണം കുറയുമ്പോൾ ആത്മാവിൻ്റെ പവർ വർദ്ധിക്കുന്നു. അത് പ്രപഞ്ച മനസ്സിലേക്ക് ലയിക്കപ്പെടുന്നു. നമ്മൾ ശരീരമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. എനർജിയുടെ ലെവൽ പരമ കാഷ്ടയിലെത്തപ്പെടും. അപ്പം ആത്മാവിൻ്റെ സ്ഥായീ ഭാവം ശാന്തിയാണ്. ശാന്തി എവിടെ കിട്ടുന്നോ അവിടേക്ക് പായും. ഓരോരുത്തരും ഓടുന്ന ശാന്തി കിട്ടുന്നിടത്തോട്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം. അപ്പം നമ്മുടെ സ്വഭാവം, സ്ഥായീ ഭാവം എന്താണ്? ശാന്തിയാണ്. ഈ സ്വഭാവത്തിൻ്റെ അഭാവമാണ് കുഴപ്പം. പലർക്കും എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ഉള്ളിലും ആത്മാവുണ്ടല്ലോ, അതിൻ്റെ സ്വഭാവം എന്താ? ശാന്തിയാണ്. അപ്പോൾ നിങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരാളെ എങ്ങനെ കാണണം? ആ ആത്മാവായിട്ട് കാണണം. ആത്മാവിന് ശരിയും തെറ്റും അറിയില്ലല്ലോ. നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ആരോടാ? സ്ഥൂലത്തോടാണ്, ചിന്തകളോടാണ്. നമുക്കൊന്ന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ ചിന്തകളോടെയുള്ള അഭിപ്രായ വ്യത്യാസം. ആത്മാവിന് ശരിയും തെറ്റും ചിന്തയൊന്നുമില്ല. അത് ഒന്നല്ലേ? അപ്പോൾ അയാളുടെ ഉള്ളിലുള്ളതും നമ്മുടെ ഉള്ളിലുള്ളതും ആത്മാവ് ലിങ്ക്ഡ് അല്ലേ? അത് ഒരു വലയത്തിലല്ലേ, ഒരു ബെൽറ്റ് പോലല്ലേ നമ്മളെല്ലാവരും നിൽക്കുന്ന ഒരേ വലയത്തിൽ. അതുകൊണ്ടാണ് ഗോഡ് ഈസ് വിതിൻ യു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ദൈവമുണ്ട്. എൻ്റെ ഉള്ളിൽ ദൈവം പോലെ തന്നെയല്ലേ നിങ്ങളുടെ ഉള്ളിലുള്ളതും ആത്മാവ്. അപ്പോൾ ദൈവത്തിനെ കാണാൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആരാധനാലയങ്ങളിൽ. അവിടെ പോയി തൊഴാറുണ്ട്, നിസ്കരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരാളെ നമ്മൾ തൊഴുക എന്ന് പറഞ്ഞാൽ അയാളുടെ ബുദ്ധിതലത്തിലോട്ടാണോ നമ്മൾ തൊഴുന്നത്? അയാളുടെ ആത്മാവിലേക്ക്. അപ്പോൾ ഒരു ക്ഷേത്ര ദർശനം നടത്തുന്ന, ഒരു ആരാധനാലയത്തിൽ പോകുന്നത് പോലെ തൊഴാനുള്ളൊരു അവസരമാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളെ അഭിവാദ്യം ചെയ്യുന്നത്. നമുക്ക് ഒരു മാറി പല ക്ഷേത്രങ്ങളിലും പല ആചാരങ്ങളുടെയും പുറകെ പോകാറില്ലേ നമ്മൾ? അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് ഒന്ന് ആ ആത്മാവിലേക്ക് തൊഴുക. സ്പിരിച്വൽ സയൻസ് വളരെ രസാവഹമാണ്, വളരെ പ്രയോജനകരമാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ഇതിനെ കാണുക. ഇതിൻ്റെ സ്വഭാവം ശാന്തിയാണ്. പിന്നെ ഇതിനെ നമ്മൾ ഓരോന്ന് പഠിപ്പിക്കുകയാണ്. നമ്മളെന്ന് പറയുന്ന ഈ പറയുന്ന സ്ഥൂല ചിന്തകൾ എന്ത് ആവർത്തിച്ചു കൊടുക്കുന്നോ അത് അതിൻ്റെ അതേ സ്വഭാവത്തിലാകുകയല്ലേ? അതായത് ദൂഷിച്ചൊരു സ്വഭാവം പോലും എന്താ ഇവിടെ ആവർത്തിക്കുന്ന, അത് അവൻ്റെ സ്വഭാവമായിട്ട് മാറുന്നു. ഒരുത്തൻ സ്ഥിരമായി മദ്യപിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, അതവൻ്റെ സ്വഭാവം എന്ന് പറയാറുണ്ട്. അത് ആദ്യം ഉണ്ടായിരുന്നില്ല, പിറന്നു വീഴുമ്പോൾ അതുപോലെ ഉണ്ടായിരുന്നു. അവൻ്റെ സാഹചര്യം അനുസരിച്ച് ഇവിടെ ചിന്തിച്ചതും ചിന്തിപ്പിക്കപ്പെട്ടതും അത്തരത്തിൽ ആവർത്തിച്ചത് ആത്മാവ് സ്വഭാവമാക്കി. ഇപ്പം നെഗറ്റീവ് സ്വഭാവവും പോസിറ്റീവ് സ്വഭാവവും എങ്ങനെ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് ആത്മാവിൻ്റെ സ്വഭാവമായി കഴിഞ്ഞാൽ ആ സ്വഭാവം ഉള്ളിടത്തേക്ക് കയറി കണക്റ്റ് ആകും. കൊതിയും നുണയും പരദൂഷണമൊക്കെ സ്ഥിരം ആവർത്തിച്ച് കേൾക്കുകയും ചിന്തിക്കുകയും പറയുന്നുള്ള ആൾക്കാർക്ക് അവരുടെ ആത്മാവ് ആ ഒരു സ്വഭാവത്തിലേക്ക് എത്തും. അവർക്ക് അത്തരത്തിലുള്ള സ്വഭാവം ഉള്ളിടത്തേക്കായിരിക്കും കണക്ട് ചെയ്യപ്പെടുക. എന്നാലും ഒരു സുഖം, ഒരു സംതൃപ്തി കിട്ടും, ഒരു ആത്മസംതൃപ്തി കിട്ടും. ചിലർക്ക് എപ്പോഴും എന്തിനു തട്ടി കയറണം, ചീത്ത വിളിക്കണം, ആരെങ്കിലും ഒക്കെ എപ്പോഴും
ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ആത്മസുഖം പുറമേ കാണിക്കുന്നില്ല, ഒരു സുഖം, ഒരു ആത്മസുഖം. സത്യത്തിൽ ഈ ഓരോ ആത്മസുഖത്തിന് വേണ്ടിയിട്ടല്ലേ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എൻ്റെ ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താ, ഇതേപോലെ അറിയുന്ന ആൾക്കാരുമായിട്ടുള്ള സംവാദനം. ആ സമയത്ത് പരസ്പരം നിങ്ങളുടെ ഇപ്പോൾ അറ്റൻഷനല്ല എന്നിലേക്ക് തന്നെയാണ്, നിങ്ങളുടെ ആത്മാവ് എൻ്റെ ആത്മാവ് കണക്റ്റഡ് ആകാൻ എനിക്ക് വല്ലാത്തൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ഗായകൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാ ചിന്തയും മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ലിങ്ക്ഡ് ആകുകയല്ലേ. ഒരു ഗായകനെ സംബന്ധിച്ച പാട്ടുള്ള സ്ഥലത്തെല്ലാം അദ്ദേഹം പോകും, അല്ല ആ രംഗത്തുള്ള, അതാണ് അവിടെ കണക്റ്റഡ് ആകുകയാണ് ആത്മാവ്. ക്രിക്കറ്റ് കളിയോട് താല്പര്യമുള്ളവരോട് അങ്ങോട്ടല്ലേ കണക്റ്റഡ് ആകും. അപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റുള്ളവരെന്താ ഇങ്ങനെയെന്ന്. കാരണം ഓരോരുത്തരും അവരുടെ സഹജ വാസനയനുസരിച്ച് കൊടുത്തതാണ് അതിലേക്ക് ആത്മാവ് കണക്റ്റഡ് ആകുന്നത്. ഇപ്പോൾ ക്ലിയർ ആകുന്നുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും നമുക്ക് ഈ ദുഷിച്ച സ്വഭാവവും പ്രശ്നമുള്ളവരെ കയറി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അവരുടെ കാലങ്ങളായിട്ടുള്ള റിപ്പീറ്റുള്ള ചിന്തകളാണ് അവരുടെ ആത്മാവ്. അതേപോലെ അത് പ്രബലമായതുകൊണ്ട്, ശക്തിവാനായതുകൊണ്ട് ആ തലത്തിലൊക്കെ ആര് പറഞ്ഞാലും കേൾക്കില്ല, അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് അതിനെ ശരിയാക്കി കൊണ്ടുവരാനും പറ്റും. കാരണം ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അതിന് കൃത്യമായ പ്രാക്ടീസിലൂടെ, പരിശീലനത്തിലൂടെ, ഏത് രംഗത്തൊരു മാസ്റ്റർ വേണമെന്ന് പറഞ്ഞതുപോലെ ഈ രംഗത്തും ഒരു സ്പിരിച്വൽ മാസ്റ്ററുടെ ഒരു സഹായത്തോടെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ആ പാതയിലേക്ക് വലിയ ഹൈവേയിലോട്ട് കയറാൻ സാധിക്കും. അതാണ് ഇവിടെ നടക്കുക. അപ്പോൾ സ്പിരിച്വൽ സയൻസിൽ കൃത്യമായിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഈ ഒട്ടാനുള്ള സാധ്യത ആത്മാവിനുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാനുമുണ്ട്. പല പല ബന്ധങ്ങളോടും പല വസ്തുക്കളോടും നിങ്ങൾ കൂടുതൽ അസോസിയേഷൻ കൂട്ടിയാൽ അറിയാതെ നമ്മുടെ ആത്മാവ് അതുമായിട്ട് കണക്റ്റഡ് ആകും. അതിനെയൊക്കെ ഒരു ഇന്നർ മൈൻഡിൽ ഡിറ്റാച്ച്ഡ് മൈൻഡോടുകൂടി, ഔട്ടർ മൈൻഡിൽ ക്ലോസ് അറ്റാച്ച്ഡ് മൈൻഡും ഇന്നർ മൈൻഡിൽ ഡിറ്റാച്ച്ഡ് മൈൻഡുമായിട്ട് വരുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ പ്രാക്ടീസ് എടുക്കുമ്പോഴാണ് ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഏത് വിധത്തിലുള്ള ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും. അതിലേക്ക് നയിക്കുന്നതാണ് നമ്മുടെ സ്പിരിച്വൽ സയൻസ് പ്രാക്ടീസ്. അതായത് നമ്മൾ അതിൻ്റെ കൂടുതൽ തലങ്ങളിലേക്ക് പോകും വരും ദിവസങ്ങളിൽ. ഇന്ന് 6ാമത്തെ ക്ലാസ്സാണ്. യൂട്യൂബിനകത്ത് ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ 10 മണിക്ക് ലൈവിലാണ് സാധാരണ വരാറുള്ളത്. എന്തെങ്കിലും സാങ്കേതിക തടസ്സം ഉണ്ടെങ്കിലും യൂട്യൂബിനകത്ത് വിട്ടുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും ഈ സീരീസ് ഓഫ് പ്രോഗ്രാം ഒരേപോലെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് കാണുമ്പോഴേ നമുക്കൊരു അടുക്കോടുകൂടി കിട്ടുകയുള്ളൂ. ഇതിനെ നമുക്ക് സ്ഥിരം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ റീസെറ്റ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്തെടുക്കാനായിട്ട് ചില പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആത്മനക്ഷത്ര എന്നൊരു ഗ്രൂപ്പ് തന്നെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുണ്ട് വാട്സാപ്പിൽ. ആത്മനക്ഷത്ര, നമ്മളെല്ലാം ആത്മനക്ഷത്രങ്ങളാണ്. ഈ ആത്മജ്ഞാനം നേടുന്നവരെല്ലാം അവരുടെ ഒരു കൂട്ടായ്മ, ഒരു കുടുംബം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് പോലും താല്പര്യം ഉണ്ടാകില്ല, അവർക്കൊരു യോഗമായിട്ടില്ല. സമയമാകുമ്പോൾ എല്ലാവരും ഈ നക്ഷത്ര കുടുംബത്തിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ്. എന്നെങ്കിലും ഒരിക്കൽ ചിലത് അറിയാതെ പോകുന്നു. അപ്പോൾ ഈ ആത്മനക്ഷത്ര ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് നമുക്ക് ഈ ഒരു അവധിക്കാലം 10, 15, 20 ദിവസം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇതിനെ 2 രീതിയിലാണ് എഫക്റ്റ് ആകാൻ പോകുന്നത്. ആഫ്റ്റർ ഈ ഒരു ഹോളിഡേക്ക് ശേഷം എല്ലാവരും ഏകാഗ്രമായിട്ടിരിക്കില്ലേ, 2 എഫക്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന്, എന്തും സ്ഥിരം ആവർത്തിക്കുന്നതല്ലേ നമ്മുടെ ആത്മാവ് കോപ്പി ചെയ്യുന്നു, അത് നമ്മുടെ സ്വഭാവമായി മാറുന്നത്. ഇത് 2 രീതിയിൽ, ഒന്ന് നെഗറ്റീവായിട്ടും പോസിറ്റീവായും വരുന്ന ആളുകൾ നമ്മളിലേക്ക്, ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോവുകയാണ് ഇപ്പോഴുള്ള നമ്മുടെ ചിന്തകളും ജീവിതശൈലിയും. കാരണം ഈ ലോക്ക്ഡൗൺ ഏതായാലും തീരും കുറച്ച് നാൾ കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ജീവിതത്തിലോട്ട് ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നിഷ്ക്രിയരായി പോവും. മനസ്സിലാക്കുക. രാവിലെ വിചാരിക്കും ഇപ്പോൾ അവധിയൊക്കെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാണ്, എഴുന്നേൽക്കുന്നതിന് കൃത്യനിഷ്ഠയില്ല, കുളിക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ആലസ്യത്തിലേക്ക് പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി, വാട്സാപ്പിലും മൊബൈലിലും ഒക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ഒരു 10-30 ദിവസം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പം പല ജോലികൾക്കും പോകേണ്ടവരാണ്, ഉത്തരവാദിത്തങ്ങളുള്ളവർ. ഒന്നിനും പോകാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല. ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ കൗൺസിലിങ്ങും ഹിപ്നോതെറാപ്പി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കൂത്തൊഴുകൂട്ട് ഓടാൻ പോവുകയാണ്. മാനസികമായ രീതിയിൽ ഇതിൽ നിന്ന് മറികടക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇപ്പം നമ്മൾ ആ നെഗറ്റീവ് മൈൻഡിനെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ലെന്ന് വെറുതെ ഇരുന്ന് ഒരുപാട് ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടി പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സിനെ പൊളൂട്ടഡാക്കി വ്രണമാക്കി ഇനി അങ്ങോട്ട് ഷട്ട് ഡൗൺ കഴിഞ്ഞ് തുടങ്ങുമ്പോഴോ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത നിങ്ങളുടെ വലിയൊരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നു. ആ രീതിയിൽ ഒന്ന് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനി മുതൽ എന്ത് ചെയ്യണം, നാളെ മുതൽ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും അല്ലെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങിക്കോളൂ, രാവിലെ 5 മണിക്ക് തന്നെ ഉണർന്നിരിക്കുക. ഉണരുക, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, നേരത്തെ ഉണരുക.
എഴുന്നേറ്റ് പാടാൻ ചില ചിട്ടയോടുകൂടി ജീവിതശൈലി ചിട്ടപ്പെടുത്തി. എന്തിനു വേണ്ടിയാണ്? നാളുകൾക്ക് വേണ്ടിയിട്ട്. ക്രിയാത്മകമാകുക. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ബുക്സുകൾ വായിക്കാനുണ്ടാവും. അങ്ങനെ എപ്പോഴും മനസ്സിനെ പുതുമ നിലനിർത്തിക്കൊണ്ട് ഈ ലോക്ക്ഡൗൺ കാലം പോയില്ല എങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ചെല്ലുന്നിടത്തെല്ലാം പരാജയമായിരിക്കും. അപ്പോൾ 2 രീതിയിലുള്ള എഫക്റ്റാണ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ആത്മനക്ഷത്ര കുടുംബം നമ്മൾ ഒരുമിച്ച് മുന്നേറുകയാണ്. അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഉണർന്ന് 1 മണിക്കൂർ നമ്മുടെ മെഡിറ്റേഷനും അതോടൊപ്പം ശാരീരിക വ്യായാമത്തിനുമുള്ള പ്രക്രിയകളാണ് ഞാൻ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട് പലർക്കും. നിങ്ങൾക്ക് അറിയാവുന്ന മെഡിറ്റേഷൻ പ്രൊസീജിയർ ഇത്ര നാൾ ചെയ്തുകൊണ്ട് ചെയ്യുക. ഇനി അതും അല്ലെങ്കിൽ നമ്മളിപ്പം രാവിലെ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുക. ഇനി മെഡിറ്റേഷൻ്റെ തന്നെ ഒരു സെക്ഷൻ ഞാൻ വെക്കുന്നുണ്ട്, അതിൽ ചെയ്യാം. പിന്നെ ശാരീരികമായ എക്സസൈസിന് വേണ്ടി മൈൽഡായിട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പ്രായമായിട്ടുള്ളവരും അസുഖമുള്ളവരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ബോഡി എനർജി പ്രദാനം ചെയ്യുന്ന ഒരു 7 സ്റ്റെപ്സ് എൻ്റെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നോക്കി അറിയാൻ പറ്റും. 7 മിനിറ്റ് കൊണ്ട് സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറഞ്ഞു. ഇന്നത് ലോകരാജ്യങ്ങളെല്ലാം അത് സ്പ്രെഡായി വൈറലായ ഒരു ഇൻഫർമേഷനാണ്. പല സ്ഥലങ്ങളിൽ എത്തപ്പെട്ടു. ഒരുപാട് വലിയ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ എഫക്റ്റീവായി 4-5 ദിവസം കൊണ്ട് തന്നെ പലരുടെയും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്ന രോഗത്തിന് പല ശമനങ്ങളും ഉണ്ടായി. മരുന്ന് കഴിക്കുന്നവർക്ക് ആ മരുന്ന് എഫക്റ്റ് ആകുന്നു. എന്താണ്? നമ്മുടെ നാഡീഞരമ്പുകളുടെ ഫ്ലോ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോയും ഓക്സിജൻ ഫ്ലോയും സന്തുലിതാവസ്ഥയിൽ പരിപാലിക്കുന്നതിന് വേണ്ട മൈൽഡായിട്ടുള്ള ഒരു എക്സസൈസാണ്. ഏകദേശം 7 സ്റ്റെപ്പുകൾ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാം കൂടെ 6 മണിക്ക് മുൻപ് തീരാവുന്ന കേസേ ഉള്ളൂ. അപ്പം ആത്മനക്ഷത്ര കുടുംബത്തിലുള്ളവർ മെഡിറ്റേഷൻ, നമ്മുടെ ശാരീരികമായി വ്യായാമം ചെയ്യുക. 6 മണി തൊട്ട് 7 മണി വരെ പരസ്പരം ഗ്രൂപ്പ് അംഗങ്ങളൊന്ന് വിഷ് ചെയ്യാറുണ്ട്. ഗുഡ് മോർണിംഗ്. അത് 5 മണിക്ക് എഴുന്നേറ്റ പാടെ തന്നെ ഒന്ന് വിഷ് ചെയ്യുന്നു. എപ്പോഴുമല്ല, അത് 7 മണിക്ക് മുമ്പ് തന്നെ ഗുഡ് മോർണിംഗ് പരസ്യമില്ല നിർത്തി. പിന്നെ ആ ഗ്രൂപ്പ് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഫോർവേഡ് മെസ്സേജൊക്കെ അതിന് നിബന്ധനകൾ പറയുന്നുണ്ട്. അങ്ങനെ 5 മണിക്ക് നമ്മൾ ഉണർന്ന് നമ്മുടെ ക്രിയകളൊക്കെ 6 മണിയായി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരു ടോപ്പിക്ക് കൊടുക്കും. ചില ദിവസം ദേഷ്യത്തെ നിങ്ങളെങ്ങനെ കാണുന്നു, ശരി, അങ്ങനെ ഓരോരോ വിഷയങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്നു. അത്തരത്തിൽ ഒരു ഏക കുടുംബമായിട്ട് ഒരുപാട് ആത്മീയമായ കാര്യങ്ങൾ ഇതേപോലുള്ള സയൻറ്റിഫിക് വെർഷൻസുകൾ കൺവേ ചെയ്യുന്നു, അറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കും. അങ്ങനെ മനസ്സിനെ സമ്പുഷ്ടമാക്കി 9-10 മണിയൊക്കെ ആകുമ്പോൾ മൊബൈലിൽ പരിപാടിയൊക്കെ അങ്ങോട്ട് നിർത്തിയേക്കുക. പിന്നെ നമ്മുടെ കർമ്മങ്ങളിലേക്ക് കിടക്കുക, ഒന്നിലും ഒട്ടാതെ. അങ്ങനെ മനസ്സിനെ ഏറ്റവും ഏകാഗ്രമാക്കുന്ന ഒരു പ്രൊസീജിയർ ആത്മനക്ഷത്ര എന്ന നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പലർക്കും ഈ ശ്രമിക്കുന്നവർക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ളവർ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അഡ്മിയുടെ നമ്പർ തരാം. അതിൽ വിളിച്ച് നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ നമ്പർ ഇട്ട് കൊടുത്താൽ അതിനകത്ത് ആഡ് ചെയ്യും. ആ നമ്പർ ഇതാണ്, നോട്ട് ചെയ്തു: 79940900601. ഒന്നുകൂടെ പറയാം: 79940900601. രാഹുൽ ജി മേനോൻ. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിലേക്ക് വാട്സപ്പിൽ നിങ്ങളുടെ നമ്പർ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആത്മനക്ഷത്ര ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തോളൂ. എല്ലാ ദിവസവും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉണർവോടുകൂടി ആത്മാവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഈ ലോക്ക്ഡൗൺ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ തന്നെ റീഫ്രെയിം ചെയ്യാനുള്ളൊരു അവസരമായി കണ്ടുകൊണ്ട് ഏത് നെഗറ്റീവിൻ്റെ ഒരു പോസിറ്റീവ് ഇരിപ്പുണ്ട്. ഒരുപക്ഷെ കാലത്തിൻ്റെ നിയോഗമായിരിക്കാം ഇതിപ്പോൾ നമുക്കറിയാനും അതനുസരിച്ച് ജീവിതത്തെ പരിപക്വമാക്കാനും കിട്ടിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ചിന്തയോടുകൂടി എല്ലാവരും തന്നെ ഈ ഒരു തടങ്കലിക്കത്തിലേക്ക് എത്തിച്ചേരട്ടെ. നാളെ പുതിയ ആശയങ്ങളും ആത്മാവിൻ്റെ പല അത്ഭുതങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓരോരോ ദിവസങ്ങളും കുറേശ്ശെ പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കുക, ചോദ്യോത്തരങ്ങൾ ഉണ്ടാക്കുക. പിന്നീട് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. എൻ്റെ നമ്പർ 9447036859. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.